അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. അതെ സാറേ, ഞങ്ങള് വഴക്കാം. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. എത്രയായാലും എന്റെ സ്വഭാവം ഇത്രയെങ്കിലും കിട്ടായിരിക്കും. പിന്നെ വിത്തുഗുണം 10 ഗുണമല്ലേ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. നീ എന്ത് തേങ്ങയായി പറയുന്നത്? അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തടാ? എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഭർത്താവിന് വീട്ടുകാരൊക്കെ പുല്ല് വില ആയിരിക്കാം. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. കെ ഫാമിലി, കൃഷ്ണകുമാർ ഫാമിലി പൊതുവെ ഒരു അഹങ്കാരം നിറഞ്ഞ കുടുംബമാണെന്ന് കരക്കമ്പിയിൽ ഒരു സംസാരമുണ്ട്. അതാ കുഴപ്പം. വരെ നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം. ഭരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ച് തരും. വഴിയെ കണ്ടവരെല്ലാം ഞാൻ കയറി അമ്മാന്ന് വിളിക്കൂല. ഇമ്മാതിരി തൊട്ടി വർത്തമാനം ഇത് നിന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? അഹങ്കാരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അഹങ്കാരത്തിന്റെ ഒരു മുൾമുനയിൽ കയറി നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തൊട്ടി വർത്തമാനം പറയാൻ സാധിക്കുന്നത്. ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത്, കടക്കപ്പുറത്ത്. ഒരിക്കൽ അനിയത്തി പോണത് ഇപ്പൊ ചേച്ചി പോണു, ഇനി 2 പിള്ളേരും കൂടി ബാക്കിയുണ്ട്, പിന്നെ അച്ഛനും അമ്മയും പോകും. എല്ലാരും കൂടി കുടുംബത്തോടെ കയറി പറക്കും. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം.